സല്ലാപമേ. പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനങ്ങു പോയി. പൊന്നോ എന്നൊരു വിളിയും കേട്ട് താം തിതാം തേത്തതേ ദിരനഗീതധുനി കുതകതേം നത്ര കിടതോ. നമ്മളിന്ന് ഉദയംപേരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്, എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ. ഇവിടെ ഒരു വ്യത്യസ്തമായ കഴിവുകളൊക്കെ ഉള്ള ഒരു ചേച്ചിയുണ്ട്, രമണി ചേച്ചി. ഈ രമണി ചേച്ചി കഴിഞ്ഞ ദിവസം പാണവള്ളി എന്ന് പറഞ്ഞ വടുതല അരുക്കുറ്റി ഭാഗത്തൊരു പാട്ട് പാടാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പാടിയപ്പോൾ ആ പാട്ട് കേട്ട് അവിടെയുള്ള ആ പരിപാടി നടത്തിയ സംഘാടകർ ആ ചേച്ചിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമസ്കാരം. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഉദയംപേരൂർ മാങ്കായിക്കടവ് എന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഞങ്ങളന്ന് വരാനുള്ള പ്രധാന കാരണം, ഞങ്ങൾ കഴിഞ്ഞ ഈ 24-ാം തീയതി ഹണി വോയിസ് സംഗീത കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വയലാർ ഗാനസന്ധ്യ നടത്തുകയുണ്ടായി. അതിൽ വ്യത്യസ്ത കഴിവുകളുള്ള ഒരു അമ്മയെയും മകനെയും ഞങ്ങൾ കണ്ടുമുട്ടുകയുണ്ടായി. അവരുടെ വീട്ടിലാണ് ഞങ്ങളുടെ സഹപ്രവർത്തകരോട് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ആ വീട്ടിലേക്ക് കിടക്കാം. നമസ്കാരം. ഞങ്ങൾ അരുക്കുറ്റിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഓർഗണിലെ ഹണി വോയിസ് സംഗീത കൂട്ടായ്മയുടെ പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ. ഞങ്ങളെ അമ്മയ്ക്ക് ഒരു ഉപഹാരം നൽകുവാൻ വേണ്ടി ഒന്ന് പാടിയിട്ട് നേരത്തെ പോയല്ലോ, ഞങ്ങൾക്ക് കണ്ടുമുട്ടുവാൻ സാധിച്ചില്ല. ഓക്കെ. അപ്പോൾ ഒന്ന് ഞങ്ങൾ വന്ന് നിങ്ങളൊരു ആശംസകൾ അർപ്പിക്കുവാൻ വേണ്ടി എത്തിയതാണ്. ഓക്കെ. എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ. അത് ഞാൻ ആയുർവേദ കോളേജിൽ വെച്ച് ഞാൻ നല്ലോണം പാടുമായിരുന്നു. എല്ലാ ഫങ്ഷനുകളിലൊക്കെ എല്ലാ പരിപാടിക്കും ഞാൻ പങ്കെടുക്കും. എന്നെ പങ്കെടുപ്പിക്കും. ഒരു പാട്ടെങ്കിലും പാടുന്ന വേറെ. ഇല്ല. എൻ്റെ മോനെ പഠിപ്പിച്ചിട്ടുണ്ട്. മോൻ ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിൽ പാടിയിട്ടുണ്ട്. 393 എപ്പിസോഡ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. 393 അതിൽ അവൻ പാടിയിട്ടുണ്ട്. അവനെ പാടാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സിൽ. അതേതാണ്ട് ഒരു 2018-ലാണെന്ന് തോന്നുന്നു. 2018 രണ്ടുപേർക്കും ജോലി അവിടെ പുള്ളി ഡെയിലി വേസിലായിരുന്നു. എന്നാലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് റിട്ടയർഡായി. അവിടെ വെച്ച് ഉള്ള കണ്ടുമുട്ടലാണോ? പുള്ളി മാളക്കാരനാ. പേപ്പറിൽ മാട്രിമോണിയലിൽ കണ്ടങ്ങനെ ഞങ്ങളെ പൊന്നു പോലെ നോക്കണ ആളാണ്. തീർച്ചയായും. ഞങ്ങളെ രണ്ടുപേരും ഇങ്ങനെ ആയതുകൊണ്ട് രണ്ടുപേരും അങ്ങനെ നോക്കും. മോനിപ്പോ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. കഴിഞ്ഞു ഈ ഉത്സാഹത്തിൽ. ഒരു മോനാണല്ലേ? അവനൊന്ന് വിളിക്കേട്ടാ. രാവിലെ. ഇതാണ് നമ്മുടെ മോൻ. അന്ന് വന്നിരുന്നു. അതെ. എന്തോ ഇദ്ദേഹത്തിന്റെ പേര് പറയ്. ആദിത്യൻ. ശരി. ആദിത്യൻ ഇപ്പൊ പഠിക്കുന്നത് ബിടെക്. എവിടെയാണ്? കുസാറ്റില്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ സംഗീതം ആളാണ്, സംഗീതത്തിന്റെ ആള് ആണല്ലേ? സംഗീതം എവിടെയാണ് പഠിക്കുന്നത് ആദിത്യൻ? അഭിലാഷ്. ഗീതധുനി കുതകതേം നത്ര കിടതോം നാച രഹേ ഗോരെ. താം തിതാം തേത്തതേ ദിരനഗീതധുനി കുതകതേം നത്ര കിടതോം നാച രഹേ ഗോരെ. താം തിതാം തേത്തതേ ദിരനഗീതധുനി കുതകതേം. पद्मनाभ तुम्हारे लीला क्या कहूँ मैं सावरो. पद्मनाभ तुम्हारे लीला क्या कहूँ मैं सावरो. तब संगड़ हरणा आयो सो हमारो तुम करो. तब संगड़ हरणा आयो सो हमारो तुम करो. तदिं दिरना उदनि दतानि दार. तदिं दिरना उदनि दतानि दार. तदिं दिरना तादित्तुं तदादनरि तदार तगतारगि. अलरि गलरि तगिडतां तार तगिडतां तार तगिडतां तार. दिं
തനി അലരി താം 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 തകതിമി അലരി ദിം 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 തകതിമി തനി അലരി ദീം തദുനിക്കു തകതിം നാത്ര കിടത്തും താച്ചിരഹേ ഗോരി താം തിതാം തേ തദേദരന ഈ തദുനിക്കു തകതിം. എല്ലാവർക്കും ഗായകന്മാരാകാൻ പറ്റില്ല, ഗായകന്മാരാൻ പറ്റില്ല. അന്ന് അത്യാവശ്യം എല്ലാവർക്കും പാടാം. അപ്പം നിങ്ങൾക്കുള്ള ഈ കഴിവ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ അസൂയോടുകൂടി തന്നെ ആയിരിക്കും നോക്കുന്നത്. കാരണം മെഗാസ്റ്റാറായ മമ്മൂട്ടിയോട് അടുത്ത ജന്മം ആരാകണമെന്നൊരു ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ എനിക്ക് യേശുദാസിനെ പോലെ ഒരു ഗായകനാകണം. സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ മണ്ണിനും വിണ്ണിൻ്റെ വരദാനമേ വേദനയെപ്പോഴും വേദാന്തമാകുന്ന നാദാനുസന്ധാന കൈവല്യമേ സംഗീതമേ അമര സല്ലാപമേ ആദിമ ചൈതന്യ നാവിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ ആദിമ ചൈതന്യ നാവിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ രചനാ ചതുരൻ ചതുർമുഖനുണർന്നു ആ രചനാ ചതുരൻ ചതുർമുഖനുണർന്നു സ്വർഗം തുടർന്നു കഥയിലത് സ്വർഗം വിടർന്നു മധുര മധു നിഖില സുമനളിനതൾ കഥനഹര മൃദുലതര ഹൃദയ സതൻ ലതികയണിഞ്ഞ സംഗീതമേ അമര സല്ലാപമേ. താങ്ക് യു. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനങ്ങു പോയി. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനങ്ങു പോയി. കാറ്റുവന്നു പൊൻകുഴലിൽ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനങ്ങു പോയി. ആത്തിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവെയിലിൻ കുങ്കുമപ്പൂനീളെ. ആത്തിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവെയിലിൻ കുങ്കുമപ്പൂനീളെ. ആവണി തൻ തേരിൽ നീ വരാഞ്ഞതെന്തേ എന്നും നീ വരാഞ്ഞതെന്തേ. കുന്നിമണിക്കെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനങ്ങു പോയി. ആരെയോർത്തു വേദനിപ്പു ചാരുചന്ദ്രലേഖ ഒരിതൾപ്പു പോലെയോർത്തു നേർത്തു പോവതെന്തേ. ആരെയോർത്തു വേദനിപ്പു ചാരുചന്ദ്രലേഖ ഒരിതൾപ്പു പോലെ നേർത്തു പോവതെന്തേ. എങ്കിലും നീ വീണ്ടും പൊൻകുടമായി നാളെ മുഴുതിങ്കളാകും നാളെ. കുന്നിമണിക്കെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനങ്ങു പോയി. കാറ്റുവന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴ
മനോഹരമായിട്ട് ചില ഏരിയകളിലൊക്കെ ചേച്ചി ശരിക്കും പറഞ്ഞാൽ ആ ഒരു പടത്തിൽ പാടിയിട്ടുള്ള ആ ഗായികയുടെ ശബ്ദവുമായിട്ട് വളരെയധികം തീർച്ചയായിട്ടും ചേച്ചിയുടെ ആ ശബ്ദത്തിന് പറ്റിയ പാട്ടുകളാണ് ഏകദേശം അവിടെ മത്സരത്തിനും ചേച്ചി തിരഞ്ഞെടുക്കുന്നതും ഇതേപോലുള്ള ഒരു പാട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നതും അവിടെ തെരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പുള്ളിക്കാരുടെ ഹെൽപ്പ് കൂടി ചോദിക്കാറുണ്ട് ഏതൊക്കെ പാട്ടാണ് നല്ലതെന്ന്. അപ്പം ലിറിക്സ് പുള്ളി അത് കറക്റ്റായിട്ട് നോക്കി പറയും. അത് ഇന്ന പാട്ട് പാടിയാൽ മതി, അത് മതി, അല്ലെ അത് വേണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരത്തില് നീർപ്പരപ്പിൻ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലച്ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. തലക്കൊഴുക്കുള്ളൊരാ ചേലക്കം വെറ്റിലച്ചെല്ലത്തിലോ, ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ട് വെക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെ ഓമൽ ചിരിയോടെ കുഞ്ചി കളിയാടി വളര് വളര്. എപ്പോഴും നമ്മൾ മുകളിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന, അതേപോലെ തന്നെ വേദിയിൽ പാടുവാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട് ചേച്ചിക്ക് ഏതാണ്? ഇപ്പം ഞാനൊരെണ്ണം പഠിച്ചേക്കണത് മലർപ്പൊടി പോലെ വർണ്ണ പൊടി പോലെ, ആ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ചോദിക്കുന്ന അത് പഠിക്കുന്നതിന് മുമ്പ് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു മനസ്സിലെപ്പോഴും ഒരു നല്ലൊരു പാട്ടുണ്ട്, മലർക്കൊടി പോലെയാണല്ലേ? മലർക്കൊടി പോലെ. പിന്നെ ആയിരം പിന്നെ സന്യാസിനി പുണ്യാശ്രമത്തിൽ ഞാൻ, അത് അങ്ങനത്തെ പാട്ട്. പിന്നെ വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചേരിക്കുന്ന മണിവീണ കമ്പികളെ, അത്. പിന്നെ കുറേ ഉണ്ട്. എനിക്കിപ്പോൾ എപ്പോഴും മറവിയാ, അപ്പൊ എനിക്ക് നോക്കി പാടണം. അതാണ് ഇപ്പൊ എന്റെ ഒരു പ്രശ്നം. കാണാതെ പഠിച്ചാലും പിന്നെ പൊട്ടിക്കരഞ്ഞു കിനാവു കൊണ്ടൊരു പട്ടുനൂലോ ഞാൻ എത്തി, ഞാൻ പട്ടുനൂലോ ഞാൻ എത്തി ഞാൻ. അത് ഞാൻ കുറെ പഠിച്ചതായിരുന്നു, എഴുതി വെച്ചിട്ടുണ്ടോന്ന് സംശയം. പിന്നെ താനേ തിരിഞ്ഞു മറിഞ്ഞു തന്താമരമുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞു മറിഞ്ഞു തന്താമരമെത്തയുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്ന മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഇത്രയും വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിൽ. 58 വയസ്സായി എനിക്ക്. 58 വയസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ വരുമെന്ന് ഒന്നും, നിങ്ങൾ വല്ല 1-2 പേര് ഇതിന് ഒരു സമ്മാനം കൊണ്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത്രയും ഇതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം ഈ എന്നോട് മോൻ പറഞ്ഞു അമ്മ കയറുമോ സ്റ്റേജിൽ എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞേ അല്ലേ ഞാൻ താഴെ ഇരുന്ന് പാടാം, എന്നാലും എനിക്ക് പാടണം മോനെ എന്നിവ എന്നോട് പറഞ്ഞു. അമ്മ കൂടെ ചിരിക്കാൻ 1000 പേർ
നല്ല പാട്ടല്ലേ ആ പാട്ടൊക്കെ ഈ ആ സാറിൻ്റെ ഇവിടെ പോയപ്പോൾ 3-4 പാട്ട് പാടണമായിരുന്നു. അങ്ങനെ പാടുമായിരുന്നു. അത് പാടും. പിന്നെ ഇത് വേദിയിൽ അതായത് ഹണി വോയിസ് നടത്തിയ വയലാർ ഗാനസന്ധ്യ 2024 അരുക്കുറ്റി പടതലിൽ നടത്തിയ ആ മത്സരത്തിൽ മത്സരിക്കാൻ വന്ന ചേച്ചി പാടിയ പാട്ടാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഋതുദേവതയായി നൃത്തം വച്ചു മുനികന്യകയെ പൂജിച്ചു. ഹിമഗിരി പുത്രിയായി തപസ്സിരുന്നു അവൾ സ്വയംവര പന്തലിൽ ഒരുങ്ങി നിന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. കളിയും ചിലയുടെ കണ്ണു തുറന്നു കലയും കാലവും തുമ്പിട്ടു. അവളുടെ മഞ്ജീര ചിഞ്ചിരത്തിൽ സൃഷ്ടിതിലയ താളങ്ങൾ ഒതുങ്ങി നിന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. യുഗകൽപ്പനയുടെ കല്ലിനു പോലും യുവഗായികയുടെ ദാഹങ്ങൾ ഒരു പുനർജന്മത്തിൽ ചിറകു നൽകി അവർ സ്വയം മറന്നങ്ങനെ പറന്നുയർന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. എനിക്ക് പ്രതീക്ഷ ഉണ്ടായില്ല കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ. അത്രയും പേരുണ്ടല്ലോ. അയ്യോ ആ മറ്റേ ആ ഒരു ലേഡി ഉണ്ടായിരുന്നല്ല അതിനാണ് കിട്ടിയത്. എന്റെ മനസ്സിൽ തന്നെ ഓർത്തു അതിനാദ്യം കൊടുക്കണമെന്ന്. അത്രയും നല്ല വോയിസാണ് അത് പാടിയത്. പിന്നെ കാണാതെ പാടുന്നു അതൊക്കെയാണ് വരിക. അത് പുള്ളി എന്നോട് പറഞ്ഞു കാണാതെ പാടുന്നതാണ് ഏറ്റവും. പക്ഷെ അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഫോണിൽ പാടുന്നുണ്ട്. അപ്പം ഞാനൊരു കടലാസിലല്ലേ എഴുതിയേക്കണത്. കടലാസിൽ അപ്പം എന്നോട് ആ സത്യ സാർ ആ സാറൊക്കെ വലിയ ഗായകന നല്ല ഇതുള്ള ആളാണ്. പാലക്കാട്ട് പോയെന്നു ആ സാർ എപ്പോഴും പറയും എപ്പോഴും എഴുതി വെച്ച് പാടണമെന്ന്. മോനല്ലേ ആദ്യം പാടണം. മലർവാകക്കൊമ്പത്ത് മണിവേഗത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടും കിളിയേ കിളിയേ ഉണരുമ്പോൾ പിടയാതെ ചിറകാലെ പുടയാതെ ഇടനെഞ്ചിൻ മഞ്ചത്തിൽ ചാഞ്ചാടും കിളിയേ കിളിയേ പകൽ പോയി നീ വാവാ അനുരാഗ കിളിയേ കിളിയേ ചാഞ്ചാടും കിളിയേ കിളിയേ. അപ്പൊ അത് വന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ചേച്ചിയുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം. അതെ അതെ ആദ്യമായിട്ടൊരു അനുഭവമാണ്. ചെയർ മാറ്റിക്കോ ഞാൻ അവിടെ നിൽക്കാം. മോനുമാ ചേട്ടനും പോരെ.
നിൽക്കട്ടെ, ഞാനൊന്ന് പിടിക്കട്ടെടാ, കസേര ഒന്ന് നിൽക്കുക. ആ മതി. ഇതാണ് ഒരു താങ്ങ് വേണമല്ലോ. ആ വേണ്ട 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 വേണ്ട. പാവം അമ്മ ഒരുങ്ങിയില്ലായിരുന്നു. പ്രേക്ഷകരെ, ഹണി വോയിസ് സംഗീത കൂട്ടായ്മയുടെ പ്രവർത്തകർ, അരുക്കുറ്റി വടതലയിലുള്ള ഹണി വോയിസ് സംഗീത കൂട്ടായ്മയുടെ പ്രവർത്തകർ വയലാർ ഗാനസന്ധ്യ 2024 എന്നൊരു സംരംഭം, അതായത് വയലാർ ഗാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു കരോക്കെ ഗാന മത്സരം നടത്തി. അതിൽ പങ്കെടുത്ത് പ്രത്യേക സ്നേഹോപകാരത്തിന് അർഹയായ നമ്മുടെ രമണി ചേച്ചിക്ക് ഉപഹാരം കൊടുക്കുകയാണ് ഹണി വോയിസിൻ്റെ ചീഫ് കോർഡിനേറ്റർ, അതിൻ്റെ മുഖ്യ സംഘാടകനുമായ ഷാജിർ ഖാൻ്റെ നേതൃത്വത്തിൽ, സുനിൽ സാറിൻ്റെ നേതൃത്വത്തിലും അവർക്ക്, അതായത് രമണി ചേച്ചിക്ക് ആ ഉപഹാരം നൽകുന്നു. നിറഞ്ഞ മനസ്സോടുകൂടി ഞങ്ങൾ കൊടുക്കുകയാണ്. അടുത്തൊരു സ്നേഹോപഹാരം എന്ന് പറയുന്നത് ക്യാഷ് അവാർഡാണ്. അതും രമണി ചേച്ചിക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഒരു പ്രവർത്തകർ അവരെത്തിയിട്ടില്ല. കമ്പനിയുടെ ഒരു സ്നേഹോപഹാരം. അതെ, ക്രിസ്മസിന് മുന്നോടിയായിട്ട് ഒരു കേക്ക് രമണി ചേച്ചിക്കും കുടുംബത്തിനും നൽകുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ 3 ഉണ്ണിയപ്പം കൂടിയുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും എടുക്കാമെന്നുള്ള. പിന്നെ ഒരു കേക്ക് മുറിച്ചിട്ടുണ്ട് ചേച്ചി, ഒരു കേക്ക് മുറിച്ചിട്ടുണ്ട്. അത് ആദ്യം ഞങ്ങളുടെ കൂട്ടത്തില് ഷമീർ അബു എന്ന് പറഞ്ഞ ഗസൽ കവാലി ഗായകനാണ്. ചേച്ചി അദ്ദേഹത്തിന് ഇതിലേക്ക് ഇന്നത്തെ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ആണ്. പയ്യനാണ്. എല്ലാരും കഴിക്കുക. അതെ അതെ, കഴിക്കുക. എല്ലാരും കഴിച്ചിട്ട് പോയാൽ മതി. എല്ലാരും കഴിച്ചിട്ട് പോയാൽ മതി. ഷമീർ അബു എന്ന് പറയും. അദ്ദേഹം വടതല താമസിക്കുകയാണ്. വടതൽ ഫോർട്ട് കൊച്ചിക്കാരനാണ്. ഗസൽ ഗായകനാണ്. ഒട്ടനവധി നിരവധി വേദികളിൽ, തീർച്ചയായും കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒട്ടനവധി നിരവധി വേദികളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. അല്ല, ബർത്ത്ഡേ കേക്ക് നമുക്ക് ആദ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താന്ന് പറയാ, കുഞ്ഞുവ വയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, കുഞ്ഞുവ വയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, നല്ല കുഞ്ഞാരാണ് നല്ല നാള് പിറന്നാള്. ഞങ്ങൾ ഹണി വോയിസിൻ്റെ സംഗീത കൂട്ടായ്മയിലെ ഗസൽ ഗായകനാണ് ഷമീർ അബു. അദ്ദേഹത്തിന് ഞങ്ങൾക്ക് മാത്രമല്ല ഈ കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു ഗായകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു. രമണി ചേച്ചിയുടെ വീട്ടിൽ വെച്ച് കേക്ക് മുറിച്ചു. ഈ കുടുംബവുമായിട്ട് ഈ സ്നേഹോപകാരം പങ്കുവെച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ വക വേറൊരു പ്രസന്റേഷൻ സമ്മാനമാണ്, ഒരു പാട്ടാണ്. തുമേ ദിൽ ലഗി ഭൂൽ ജാനി പടേഗി, तुम्हें दिल लगी भूल जानी पड़ेगी, मोहब्बत की राहों में आकर तो देखो, तुम्हें दिल लगी भूल जानी पड़ेगी, मोहब्बत की राहों में आकर तो देखो, दिल लगी भूल जान पड़ेगी, तुम्हें दिल लगी भूल जानी पड़ेगी, मोहब्बत की राहों में आकर तो देखो. അതേപോലെ തന്നെ ഹണി വോയിസിലെ എല്ലാവരും തന്നെ ഗായകരാണ്. ഓരോ ആൾക്കാർക്കും ഈ 2 വരി വേണമെങ്കിലും മൂളാം. നമ്മുടെ എല്ലാവരും പാടുക. വായ്പാട്ട് പാടിയാ കുന്തിരിക്കം പുകയുന്ന കുന്നിൻ ചരുവിലെ കുയിൽ കിളി, ഇണക്കുയിൽ കിളി,
കുന്തിരിക്കം പുകയുന്ന കുന്നിൻ ചരിവിലെ കുയിൽ കിളി ഇണക്കുയിൽ കിളി നിങ്ങളുടെ ഇടയിൽ ആണിനോ പെണ്ണിനോ നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം, ഒരിക്കലും നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം. തൊഴുതുമടങ്ങും സന്ധ്യയിലേതോ വീതിയിൽ മറയുന്നു ഈറൻമിഴിയിൽ നിന്നിറ്റിറ്റു വീഴും നീർമണി തീർത്ഥമാ കറുക പൂവിനു തീർത്ഥമായി. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. तड़प रहे हैं हम यहाँ तड़प रहे हैं हम यहाँ तुम्हारे इंतजार में, तुम्हारे इंतजार में. इज़ा खरंख आंचल है मौसमी बहार में. ഇശലിന്റെ രാജാവെഴുതി തന്ന ഇഷ്കിന്റെ പാട്ട് ഞാൻ പാടിയാലോ ഇൻസും ജിന്നൊക്കെയും ഏറ്റ് പാടും നാടോടും പിന്നെ എന്താഹമ്മാല് ഇൻസും ജിന്നൊക്കെയും ഏറ്റ് പാടും നാടോടും പിന്നെ എന്താഹമ്മാല്. के जैसे तुझको बनाया गया है मेरे लिए, तू अब से पहले सितारों में बस रही थी कहीं, तू अब से पहले सितारों में बस रही थी कहीं. तुझे ज़मीं पे बुलाया गया है मेरे लिए, तुझे ज़मीं पे बुलाया गया है मेरे लिए. ആകാശമാകെ കണിമല കതിരുമാ പുടവ പോൽ വരൂ പുതുമണ്ണിൻ പൂവിടാ കൊതിയായി നീ വരൂ. ഈ രണ്ട് വരി വീതം മലയാളവും ഹിന്ദിയും തമിഴും അത് മാത്രമാണ്. ഇപ്പോൾ ചേച്ചിയുടെ ഈ ഉപഹാരത്തിന് ഒരു സമ്മാനമായിട്ട് ഞാൻ കൊടുക്കുന്നത് സ്വയംവര ശുഭദിനു മംഗളങ്ങൾ അനുമോദനത്തിൻ്റെ ആശംസകൾ. സ്വയംവര ശുഭദിനു മംഗളങ്ങൾ അനുമോദനത്തിൻ്റെ ആശംസകൾ. പ്രിയ തോഴി നിനക്കെന്നും, പ്രിയ തോഴി നിനക്കെന്നും നേരുന്നു സ്വയംവര ശുഭദിനു മംഗളങ്ങൾ അനുമോദനത്തിൻ്റെ ആശംസകൾ. മേരെ നैना सावन भादो फिर भी मेरा मन
प्यासा फिर भी मेरा मन प्यासा തെൻപാണ്ടിച്ചീമയിലെ തേരോടും വീതിയിലെ മൻ പോലെ വന്നവനെ യാരടിത്താരോ 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 തെൻപാണ്ടിച്ചീമയിലെ തേരോടും വീതിയിലെ മൻ പോലെ വന്നവനെ യാരടിത്താരോ 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 അന്നൊരു വറുതി മാസം കള്ളക്കാറ് കീടകം തിന്നാനും കുടിക്കാനില്ലാത്ത കാലം നീ അന്ന് നീന്തി നടക്കണ പ്രായം അടിവെച്ച് വീണ് കരയണ പ്രായം വറുതിക്ക് തീർപ്പ് കലിപ്പിച്ചും ഉണ്ണീടുന്നേനെ കരുനിറുത്ത ഉണ്ണീടുന്നേനെ കരുനിറുത്ത ധന്യഭോജൻ ഏറ്റവും നല്ല പരിപാടിയായിരുന്നു. അതായത് നിങ്ങളുടെ സംഘാടകർക്ക് ഞാൻ അതിന് അഭിനന്ദനം കൊടുക്കുന്നത്. അത് അത്രയും നല്ല ഇതായിരുന്നു, നമ്മളോട് എല്ലാവരോടും അങ്ങനെയുള്ള പെരുമാറ്റം. പിന്നെ അത് ഇനി അത് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ.